മുൻ മുഖ്യമന്ത്രി വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബത്തിന് ചുമതലയുള്ള ചാനലുകൾ ഉൾപ്പെടെ 4ഓളം ചാനലുകളുടെ സംപ്രേഷണം നിർത്തിവെച്ച് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ. ജഗന്റെ കുടുംബം പ്രൊമോട്ടർമാരായ ഇന്ദിര ടെലിവിഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ള സാക്ഷി ടിവി, TV9, NTV, 10TV എന്നിവയുടെ സംരക്ഷണമാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ നിർത്തിയത്. ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ചാനലുകളുടെ സംപ്രേഷണം തടയപ്പെടുന്നത്. ജൂൺ 6-നും ഇതുപോലെ ചാനലുകളുടെ സംപ്രേഷണം മുടങ്ങിയിരുന്നു. എന്നാൽ ചാനലുകളുടെ സംപ്രേഷണം തടയാൻ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ചാനലുകളുടെ സംപ്രേഷണം തടയുന്നത് രാഷ്ട്രീയ വിഷയമാക്കി എടുത്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ട്രായ്ക്കും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും നൽകിയ കത്തിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിനെതിരെയുള്ള ആക്ഷേപമാണ് CP നേതാവും രാജ്യസഭാ അംഗവുമായ എസ് നിരഞ്ജൻ റെഡ്ഡി ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും TV9, NTV, 10TV, സാക്ഷി ടിവി എന്നീ ചാനലുകളുടെ സംപ്രേഷണം സ്ഥിരമായി നിർത്തിവെക്കാനാണ് സർക്കാർ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ നിർബന്ധിക്കുന്നതെന്നുമാണ് പാർട്ടിയുടെ ആരോപണം. ഭരണഘടനയെ അപമാനിക്കുന്ന പ്രവൃത്തികളാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകുന്നതെന്നും പ്രതിപക്ഷ പാർട്ടിയുടെ കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റം അനുവദിക്കരുതെന്നും പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് 4 ചാനലുകളുടെയും സംപ്രേഷണം നിലച്ചതെന്നും തങ്ങൾ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ബന്ധപ്പെട്ടപ്പോൾ ഓഫ് എയർ ചെയ്യാൻ തങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് നിർദ്ദേശം നൽകിയതെന്ന് പറയാൻ അവർ വിസമ്മതിച്ചെന്നുമാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ചാനൽ പ്രതിനിധി വാർത്താവൃത്തങ്ങളിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ 4 ചാനലുകളും DTH പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ആന്ധ്രാപ്രദേശിലെ 50% സബ്സ്ക്രൈബേഴ്സ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിനും ബാക്കി 50% D2H സർവീസിനുമാണ്. TV9, NTV, സാക്ഷി എന്നീ ചാനലുകൾക്കാണ് സംസ്ഥാനത്തെ 60% പ്രേക്ഷകരുമുള്ളത്. TDPയുടെയോ NDAയുടെയോ നേതാക്കളാരും തന്നെ ചാനലുകളുടെ സംപ്രേഷണം നിർത്തിവെക്കാൻ ആർക്കും ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ലെന്നും ഇത്തരം ചപലമായ കാര്യങ്ങൾക്ക് തങ്ങൾക്ക് സമയമില്ലെന്നും ചെയ്യാൻ പ്രധാനപ്പെട്ട നിരവധി ജോലികൾ വേറെയുണ്ടെന്നുമാണ് വാർത്താവൃത്തങ്ങളിൽ ബന്ധപ്പെട്ടപ്പോൾ ആന്ധ്രാപ്രദേശ് IT വകുപ്പ് മന്ത്രി ലോകേഷ് നായിഡു പ്രതികരിച്ചിരിക്കുന്നത്. ചാനലുകൾ തടയപ്പെടുന്നതിൽ വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമില്ലെന്നാണ് ഒരു പ്രമുഖ ചാനലിന്റെ പ്രതിനിധി പറയുന്നത്. മുൻ സർക്കാരിന്റെ കാലത്തും ഇതേ കാര്യങ്ങൾ നടന്നിരുന്നു. അന്ന് ചെയ്തതിന് ഇപ്പോൾ വില കൊടുക്കുന്നുവെന്ന് മാത്രം. 2021 മെയ്യിൽ TDP അനുകൂല ചാനലുകളാണ് അറിയപ്പെട്ടിരുന്ന TV5, ABN, ആന്ധ്ര ജ്യോതി എന്നിവയുടെ സംപ്രേഷണം കേബിൾ ടിവി ഓപ്പറേറ്റർമാർ നിർത്തിയിരുന്നത്. അന്ന് ഭരണത്തിലിരുന്ന സർക്കാരിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു എന്നതായിരുന്നു ആക്ഷേപം.